ഹലോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് വിളിച്ചൊക്കെ വന്ന് തുടങ്ങി. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എൻ്റെ ഏട്ടൻ, അതായത് എൻ്റെ ഹസ്ബൻഡാണ്, ഏട്ടനൊന്നും വിളിക്കാറില്ല, ലാലൊന്നും വിളിക്കലുള്ളൂ. അപ്പോൾ ലാലിനോട് കുറച്ചൊരു വീഡിയോ കണ്ടിട്ട് ചോദിച്ചു, ആരാ പിക്ക് വരച്ചത്, വൈഫാന്ന് പറഞ്ഞപ്പോൾ വൈഫ് വരയ്ക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കരുതിയാണ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വരച്ച കുറച്ച് പിക്സൊക്കെ ഇങ്ങനെ കാണിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ വരച്ച കുറച്ച് പിക്സൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം എനിക്ക്. ഞാൻ ഒരു 4th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് ആദ്യമായിട്ട് വരയ്ക്കുന്നത്. ആ ടൈമിൽ എൻ്റെ സാർ, സുബ്രഹ്മണ്യൻ സാറാണ് ആദ്യമായിട്ട് എന്നെ കൊണ്ട് വരപ്പിച്ച് തുടങ്ങുന്നത്. അന്നെന്ന് പറഞ്ഞാൽ സ്കൂൾ ടൈമിൽ ഈ മാഗസിൻ്റെ കവർ പേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ആദ്യമായിട്ട് ചിത്രം വരപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ചിത്രം വരയ്ക്കും, എപ്പോഴേലൊക്കെ തോന്നിയാൽ വരയ്ക്കുക എന്നല്ലാതെ അതിനായിട്ട് ഇരിക്കലൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു പോർട്രേറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങുന്നത് ഈ കൊറോണയുടെ ടൈമിലാണ്. അതിപ്പോൾ എല്ലാവരെയും പോലെ തന്നെ കൊറോണ ടൈമിൽ ഇങ്ങനെ മടി പിടിച്ച് നിന്നപ്പോൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതായത് ടൈം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും ചെയ്യണ പോലെയൊക്കെ അങ്ങനെ ചെയ്തതാണ്. പോരാത്തിന് ഞാൻ ഇൻസ്റ്റഗ്രാം ഒരു അക്കൗണ്ട് തുടങ്ങുന്നതും ആ ഒരു ടൈമിലായിരുന്നു. അക്കൗണ്ട് തുടങ്ങി. അപ്പോൾ അതിൽ ഫസ്റ്റൊക്കെ ഈ ആർട്ട് പേജ് ഓരോന്നിങ്ങനെ കാണൽ തുടങ്ങി. അപ്പോൾ അതിലാണിങ്ങനെ ഓരോരുത്തർ വരയ്ക്കണപ്പോൾ ഭയങ്കര എന്താ പറയുക, ഇൻസ്പയർഡായിട്ട് നമുക്കതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊക്കെ ഒരു തോന്നൽ തുടങ്ങി. അപ്പോൾ ഇൻസ്റ്റ ആർട്ട് പേജിൽ ഓരോ ആർട്ട് പേജൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കൽ തുടങ്ങി. അതിൻ്റെ ആർട്ടിസ്റ്റുകൾ ഓരോരുത്തരോടായിട്ട് ഇങ്ങനെ ഇതിനെപ്പറ്റി എങ്ങനെ വരയ്ക്കണതിനെ പറ്റിയിട്ട് ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതിൽ കുറേ പേരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എനിക്കിങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് പറഞ്ഞു തരും, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഓരോ യൂസ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളായാലും അങ്ങനത്തെ ഓരോ ടിപ്സൊക്കെ പറഞ്ഞു. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് എനിക്കതൊക്കെ പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ അവർ മെയിനായിട്ട് 2 പേരാണ്, അവരെ മെൻഷൻ ചെയ്ത് പറയുന്നില്ല, 2 പേര്. അപ്പോൾ അവരായിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്റ്റിൽ ഇങ്ങനെ, അപ്പം ഇനിയിപ്പോൾ എന്ത് വരച്ചാലും തന്നെ അവരുടെ അടുത്താണ് ഞാൻ എന്തെങ്കിലും ഓക്കെ ആയണോ ഇല്ലെന്നൊക്കെ ചോദിക്കാറ്. പിന്നെ അതിനുശേഷം ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എക്സാമും ഇതൊക്കെ വരുന്നതിൻ്റെ ഇടയിൽ കുറേ കണ്ട് വിട്ടുപോയി, അതായത് ഇതിൽ നിന്നൊന്ന് ടച്ച് കിട്ടും. പിന്നെ ഞാൻ 2ാമത് ട്രാക്ക് കയറിയിട്ട് കുറച്ചായിട്ടുള്ളൂ, അതായത് PG ഒക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ടൈമിൽ, ആ ടൈമിലാണ് ഞാൻ പിന്നെ 2ാമത്, കഴിഞ്ഞ ടൈമിലൊക്കെ ആ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിലാണ് ഞാൻ 2ാമത് പിന്നെയും വരയ്ക്കാൻ തുടങ്ങിയത്. എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ വാട്ടർ കളർ യൂസ് ചെയ്തുകൊണ്ട് പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചെയ്ത് 1-2 വർക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡാക്കിയിട്ടുണ്ട്. പിന്നെ പോർട്രേറ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റായിട്ടും സ്റ്റോറി, അതേപോലെ വാട്സപ്പിൽ അച്ഛൻ്റെയും എല്ലാവരും ഫോണെടുത്ത് സ്റ്റാറ്റസ് സ്റ്റോറി ഇടലൊക്കെ ആയി. അപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ട് ഓരോരുത്തരിങ്ങനെ ഇങ്ങനെ വരയ്ക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചു. ഇനിയിപ്പോൾ റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നാണെങ്കിൽ തന്നെ അവർ ഇങ്ങനെ വരച്ച് തരുമോ, ഒരു ഫോട്ടോ വരച്ച് തരുമോ എന്നൊക്കെ ചോദിക്കലോ. അപ്പോൾ എനിക്കും തന്നെ ഭയങ്കര സന്തോഷം, നമ്മൾ വരയ്ക്കണ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അവരിങ്ങനെ ചോദിക്കണേന്നുള്ള ഒരു സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കൽ തുടങ്ങി. പിന്നെന്താ, വർക്ക് ചെയ്ത് അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളിങ്ങനെ ചെയ്യണതിനനുസരിച്ചാണല്ലോ അതിൻ്റെ പെർഫെക്ഷൻ കൂടി വരുള്ളൂ. പെർഫെക്ഷൻ ആയിട്ടില്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. അത് ഇനി അങ്ങോട്ടേക്ക് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ ഒരു ടൈമിൽ എന്താ പറയുക, വർക്കൊക്കെ ഒരു നല്ല രീതിയിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പെയ്ഡ് വർക്കായിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങി. ഫസ്റ്റായിട്ട് തന്നെ ഒരു കപ്പിൾ ഫോട്ടോ ആണ് ചെയ്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിന് പോസ്റ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തുനിന്നും. പിന്നെ അങ്ങനെ ഒരു കുറച്ച് കാലത്തിന് ഇങ്ങനെ വർക്ക് എടുത്തും പോകുന്നുണ്ടായിരുന്നു. അക്കൗണ്ടിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടും റീൽസായിട്ടും അങ്ങനെയൊക്കെ ഇട്ട് ഷെയർ ആയി പോയിട്ട് കുറച്ച് അത്യാവശ്യം എൻക്വയറീസൊക്കെ വന്ന് വർക്കൊക്കെ അങ്ങനെ ചെയ്തു പോയി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിൽ ചെറിയൊരു പ്രശ്നം വന്ന് അക്കൗണ്ടൊക്കെ ഒന്ന് ബ്ലോക്കായി പോയി. 2ാമത് ഞാൻ അക്കൗണ്ടൊക്കെ തുടങ്ങി, ഫോട്ടോസും ഇതൊക്കെ പിന്നെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ ഈ വർക്കും കാര്യമൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങി, എന്നാലും ഇതിനായിട്ട് സെപ്പറേറ്റ് അതൊരു യൂട്യൂബ് ആയാലും ഒരു ചാനൽ തുടങ്ങിക്കോ,
അങ്ങനെയൊക്കെ പറയുമല്ലോ നീ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്ന്. പിന്നെ ഫാമിലീൻ്റെ സൈഡിൽ നിന്ന് വെച്ചാൽ ഓക്കെയാണ്, അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ എന്നാലും പഠിത്തം, ജോലി ആ ഒരു സൈഡിലേക്ക് നോക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് വെച്ചിട്ട് നോക്കിയാൽ മതി എന്നുള്ള മൈൻഡായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയതിന് ശേഷമാണ് ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട്, അവരുടെ ഫാമിലി ആയാലും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഈ പിക്കാണെങ്കിൽ ഞാൻ വരച്ചതിൽ എനിക്ക് ഡീറ്റെയിലിങ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണ് ഞാൻ എൻ്റെ കയ്യിലുള്ളതിൽ കേട്ടോ. ബാക്കി ഞാൻ ചെയ്ത പെയ്ഡ് വർക്കിനിൽ ചെയ്തിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട പിക്സൊക്കെ ഞാൻ വേണമെങ്കിൽ ഞാൻ അടുത്തതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അതായത് വീട്ടുകാരെ ഫാമിലിയെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഇവിടെ അച്ഛൻ, അമ്മ, അനിയത്തി, ഏട്ടനല്ല ലാലു, ഞാൻ ലാലു എന്നാണ് വിളിക്കൽ, പിന്നെ അച്ഛമ്മ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ഐവറി ഷീറ്റാണ്, GSM കൂടിയിട്ടുള്ള പേപ്പറാണ്. ഇത് A3 സൈസിൻ്റെ ബണ്ടിൽ വാങ്ങലാണ്. ആവശ്യത്തിനനുസരിച്ച് A4 ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കലാണ്. പിന്നെ ഈ പൗച്ച്, ഇത് പെൻസിൽ പൗച്ചാണ്. ഇത് എനിക്ക് ലാലുവിൻ്റെ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളതാണ്. ഇതാണ് ഇപ്പോൾ കാര്യമായിട്ട് യൂസ് ചെയ്ത് തന്നെ. ഇതിലുള്ള പെൻസിൽസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയ പെൻസിലാണിത്, ആർട്ട്ലൈൻ്റെ ഗ്രാഫിക് പെൻസിൽ. അത് ഒരു ബോക്സിൽ HP തൊട്ടിട്ട് 10B വരെയുള്ള ഷെയ്ഡ്സ് കംപ്ലീറ്റ് ഉള്ള ബോക്സാണ് വാങ്ങൽ. പിന്നെ ഇത് ബ്ലെൻഡിങ് സ്റ്റമ്പാണ്, അതായത് ഷെയ്ഡ് ചെയ്തതൊക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൂളാണ്. പിന്നെ ഇത് വൈറ്റ് ജെൽ പെന്ന്. ഇത് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോസൊക്കെ ഹൈലൈറ്റ് ചെയ്യണ ഭാഗങ്ങൾക്ക് യൂസ് ചെയ്യണതാണ്. അതേ യൂസ് ചെയ്യണ വേറൊരു ടൂളാണിത്, വൈറ്റ് പെൻസിലാണ്. ഇത് യൂസ് കുറച്ച് കുറവാണ്, കാരണം വൈറ്റ് ജെൽ പെന്ന് യൂസ് ചെയ്ത് ശീലമായതുകൊണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പെൻസിലൊക്കെ നമുക്ക് ഒപ്പിച്ച് പറ്റ സൈസ് കുറയല്ലോ. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ ഇതേപോലെ ചെറിയ പെൻസിലൊക്കെ ഉള്ള ടൈമിൽ ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ഇതിൽ തന്നെ ഇങ്ങനെ വെച്ച്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഇറേസേഴ്സാണ്. ഇത് സാധാ നോർമൽ 2 ഇറേസറുണ്ട്. ഇത് പിന്നെ അതേപോലെ ഇതും. പിന്നെ അതല്ലാതെ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു ഇറേസറാണ് ഇത്, നീഡബിൾ ഇറേസർ. ഇത് പറഞ്ഞാൽ ഒരു ക്ലേ ടൈപ്പ് മോഡലാണ്. അതായത് നമുക്ക് വേസ്റ്റ് കാര്യങ്ങൾ വരുന്നില്ല, എന്ത് വേസ്റ്റാണെങ്കിൽ അതിക്ക് തന്നെ പിടിക്കണോണ്ട് അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷാർപ്പനേക്കാളും യൂസ് ചെയ്യുന്നത് ഈ സാധനമാണ്. ഇത് പേരിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷേ ഇത് സർജിക്കൽ ബ്ലേഡ് വരുന്ന അങ്ങനത്തെ സാധനമാണ്. ഇതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു 3 ബ്ലേഡും കൂടെ വരുന്നുണ്ട്, ഇങ്ങനെ ബോക്സായിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ഞാൻ പുതിയതായിട്ടിപ്പോൾ ഒരു 3 ചാർക്കോൾ പെൻസിലിൻ്റെ ഒരു സെറ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇതിൽ 3 ഷെയ്ഡാണ് വരുന്നത്. സ്മൂത്ത് ഉണ്ട്, മീഡിയം ഉണ്ട്, അതേപോലെ ഹാർഡ് ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഷെയ്ഡിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എടുക്കാമെന്നുള്ളൂ. പിന്നെ വരുന്ന സാധനമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടാവും, പുതിയതായിട്ട് മേടിച്ചൊരു ടൂളാണ് ഈ ഇറേസർ, ഇലക്ട്രിക് ഇറേസർ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കുറേ വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയ സാധനമാണ്. ബാറ്ററി യൂസ് ചെയ്യുന്നതാണ്. 2 ടൈപ്പ് ഇറേസറാണ് വരുന്നത്, വലുതും ചെറുതായിട്ട്. അതിൽ വലുതിന് ഉള്ള ഹോൾഡർ ആയിരുന്നു തന്നെ വെച്ചിട്ടുണ്ട്, പിന്നെ ചെറുതിൻ്റെ ഹോൾഡറാണ് ഈ കാണുന്നത്. അങ്ങനെ ഈ 2 ടൈപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിലാണ്.